ഭയങ്കര ഗ്രിപ്പാണ്. തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇവിടെ നമ്മളൊരു സഫാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ ആനമല ടൈഗർ റിസർവിൽ സഫാരി എടുക്കുന്നത്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സഫാരിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ നമ്മൾ ഇന്നൊരു സ്റ്റേയും ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മഴ കിട്ടിയതുകൊണ്ട് തന്നെ കാടൊക്കെ നല്ല പച്ചപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. കയറിയപ്പോൾ തന്നെ മനോഹരമായൊരു കാഴ്ചയുമായിട്ടാണ് കേട്ടോ കാട് നമ്മളെ സ്വീകരിച്ചത്. എത്ര തവണ കണ്ടാലും മയിലിങ്ങനെ പേര് വിരിച്ച് നൃത്തം ചെയ്യുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ. ആരും നോക്കി നിന്ന് പോവത്. മയിലിങ്ങനെ പീലി വിരിച്ച് നൃത്തം ചെയ്യുന്നതും പെൺമയിലിനെ വളയ്ക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും മയിലിൻ്റെ ഒരു മേറ്റിംഗ് ആദ്യമായിട്ട് കാണുന്നത് ഇതിപ്പോഴാണ് കേട്ടോ. വീഡിയോസിലാണെങ്കിൽ പോലും വളരെ റെയറായിട്ട് മാത്രമേ ഇങ്ങനെ ഒരു സീൻ ഞാൻ കണ്ടിട്ടുള്ളൂ. നമ്മുടെ അമ്പുള്ളി ഇല്ലത്തിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നമ്മൾ കഴിഞ്ഞ തവണ ആനമല ടൈഗർ റിസർവിൽ വന്നപ്പോഴും ഈ വഴി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ നമ്മൾ അമ്പുള്ളി ഇല്ലം വരെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ സഫാരി നമ്മൾ അവിടെ നിന്നും കുറേ ദൂരെ മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ ഇതായിരിക്കണു ഒരു വേഴാമ്പൽ. ഒരെണ്ണം അല്ല കേട്ടോ, ഒരു 3 പേരുണ്ട്. ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു, അച്ഛനും അമ്മയും കുട്ടിയും. ഇത് മെയിലാണ് കേട്ടോ. അമ്മയും കുട്ടിയും അപ്പർ സൈഡിലാണുള്ളത് മരത്തിൻ്റെ. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ വീഡിയോയിൽ കിട്ടുന്നില്ല. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ഏകദേശം 30 വേഴാമ്പലുകളെ ഒരുമിച്ച് കിട്ടിയ സ്ഥലമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നമ്മൾ വേഴാമ്പലുകളെ നോക്കിയാണ് വന്നത്. അമ്പുള്ളി ഇല്ലത്തിൻ്റെ സൈഡിൽ എപ്പോഴും വേഴാമ്പൽ സൈറ്റിങ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് ഏർലി മോർണിംഗ്. ഈ വഴി നേരെ ആദ്യം ചെന്നെത്തുന്നത് ഇവിടുത്തെ എലിഫൻറ്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആനമല കലീമൊക്കെയുള്ള സ്ഥലം. പക്ഷേ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ആനകളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയേക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമ്മർ എന്ന് പറഞ്ഞത് ഞാനിവിടെ വന്നത് ജൂൺ 1 വീക്കാണ് കേട്ടോ, അതുകൊണ്ടാണേ. നമ്മുടെ ബസ് സഫാരി ഉള്ളത് ഈ എലിഫൻറ്റ് ക്യാമ്പ് വരെയാണ്. നമ്മൾ പക്ഷേ ജീപ്പ് സഫാരി എടുത്തിട്ടുള്ളതുകൊണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോകും. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ വരെ പോകും. അവിടെ ടൈഗർ സൈറ്റിങ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ലക്കുണ്ടോ നോക്കാം. മുകളിലേക്ക് പോകുന്തോറും കാടിൻ്റെ ഭംഗി കൂടിക്കൂടി വരുന്നുണ്ട് കേട്ടോ. ആനിമൽ സൈറ്റിങ്സ് ഒക്കെ കുറവാണെങ്കിലും ഇത് തന്നെ മതി നമ്മുടെ ഈ സഫാരി വർത്താവാനായിട്ട്.
അങ്ങ് താഴെയായിട്ടൊരു കാട്ടി നിന്ന് പുല്ല് തിന്നുന്നുണ്ട് കേട്ടോ. കാട്ടിയുടെ അപ്പുറത്തായിട്ടൊരു മ്ലാവ് ദാ റെസ്റ്റ് എടുക്കുന്നുണ്ട്. പുല്ലൊക്കെ തിന്ന് വയറ് നിറച്ചിട്ട് കിടക്കാണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെ എത്തി ഈ വ്യൂ കണ്ടപ്പോൾ ബസ് സഫാരി എങ്ങാനും എടുത്തിരുന്നെങ്കിൽ ഇതെനിക്ക് വല്ലാണ്ട് മിസ്സായതിനേന്ന് തോന്നിട്ടോ. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഈ വ്യൂ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ആ വ്യൂ ഒക്കെ ആസ്വദിച്ചതിന് ശേഷം തിരിച്ചിറങ്ങാണ് കേട്ടോ. നമ്മൾ ഈവനിങ് സഫാരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സന്ധ്യ ആവാറായി, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകണം. സന്ധ്യ ആവാൻ തുടങ്ങിയതുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോഴേക്കും മൃഗങ്ങളൊക്കെ അതാ പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിട്ടോ. നമ്മുടെ വണ്ടി കണ്ടിട്ട് മ്ലാവ് നല്ല രീതിക്ക് അലാം കോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ റോഡ് സൈഡിലായിട്ടൊരു കാട്ടി. ഇത് നമ്മുടെ അമ്പുള്ളി ഇല്ലത്തിൻ്റെ താഴെയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ അമ്പുള്ളി ഇല്ലത്തിൽ സ്റ്റേ ചെയ്യുന്നവർക്ക് എന്തായാലും നല്ല സൈറ്റിങ്സ് ആയിരിക്കും. നമ്മൾ എന്ന് അമ്പുള്ളി ഇല്ലത്തിൽ വന്നാലും കുറേ അനിമൽസിനെ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ, അതിൻ്റെ താഴെയും പരിസരത്തും ഒക്കെ ആയിട്ട്. പക്ഷേ ഇതുവരെ നമുക്ക് അമ്പുള്ളി ഇല്ലത്തിൽ ഒരു സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേ ചെയ്ത് വീഡിയോ ഇടുന്നതായിരിക്കും. നമ്മളിവിടെ 2 റൂമാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം ബാംബു ഹട്ടും മറ്റേത് മരുതം. ഈ 2 സ്റ്റേ നമ്മുടെ ഇൻഫർമേഷൻ സെൻറ്ററിൻ്റെ അടുത്ത് ആ പുൽമൈതാനത്തിൻ്റെ പരിസരത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈവനിങ് സമയമായപ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ അനിമൽ സൈറ്റിങ്സ് ഉണ്ടായിരുന്നേ. രാത്രി ആയപ്പോഴേക്കും നമ്മുടെ ബാംബു ഹട്ടിൻ്റെ മുറ്റത്തൊക്കെ ഒരു കൂട്ടം കാട്ടികൾ പുല്ല് മേഞ്ഞ് നടക്കാണ് കേട്ടോ. കുറേ നമ്മുടെ മുറ്റത്തേക്കൊക്കെ കയറി വന്നു കേട്ടോ. പക്ഷെ നമ്മുടെ പ്രസൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് അടുത്തേക്കൊന്നും വന്നിട്ടില്ല. ഈവനിങ് സമയമാകുമ്പോഴേക്കും ഇതുപോലുള്ള അനിമൽസൊക്കെ പ്രീഡേറ്റേഴ്സിനെ പേടിച്ചിട്ട് മനുഷ്യ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി വരും. അതാണ് കേട്ടോ എല്ലാ കാടിൻ്റെ പതിവ്. രാത്രി അവസാനിച്ചത് ബാംബു ഹട്ടിൽ നിന്നാണെങ്കിൽ രാവിലെ തുടങ്ങുന്നത് മരുതത്തിൽ നിന്നാണ് കേട്ടോ. ആ പുൽമൈതാനത്തിൻ്റെ മുന്നിൽ നിന്ന് സൺറൈസ് കാണാൻ എന്താ ഭംഗി. ഇതാണ് കേട്ടോ നമ്മുടെ മരുതം. വൈകുന്നേര സമയമാകുമ്പോഴേക്കും ഈ പുൽമൈതാനത്തിൽ നിറയെ കാട്ടികളും മാനുകളും ആനയും കാട്ടുപന്നിയും ഒക്കെ വരാറുണ്ട് കേട്ടോ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് ആനയുടെ സൈറ്റിങ്സ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോൾ അതാ വഴിയിൽ ഒരു മരത്തിലിരിക്കണു നമ്മുടെ സെർപ്പൻറ്റീകൾ. കാട്ടിൽ പോയിട്ട് ഇദ്ദേഹത്തെ കാണാതെ പോകാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയ വിഷമമാണ്. എല്ലാ കാട്ടിൽ നിന്നും സ്ഥിരമായിട്ട് സൈറ്റിങ്സ് തരുന്ന കുറച്ച് പേരിൽ ഒരാളാണ് കേട്ടോ ഈ സെർപ്പൻറ്റീകൾ. എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നത് വാൽപ്പാറ അതിരപ്പള്ളി റൂട്ടാണ് കേട്ടോ. അതിൻ്റെ തുടക്കമാണ് ഈ ആളിയാർ ഡാം. ഈ മലഞ്ചെരുവിൽ എപ്പോഴും വരയാടിനെ കാണാറുള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വാൽപ്പാറ റൂട്ട് ഇന്ന് പോകാമെന്ന് തീരുമാനിച്ചത്. കാരണം നമ്മുടെ വീഡിയോസിൽ ഇതുവരെയും ഇദ്ദേഹത്തെ കാണിച്ചിട്ടില്ല. പാറയിടുക്കുകളിലും കുന്നിൻ ചെരുവുകളിലൊക്കെ കൂടുതൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ വരയാടുകൾ തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗമാണ് കേട്ടോ. പാറ എന്നർത്ഥം വരുന്ന വരൈ എന്ന തമിഴ് വാക്കിൽ നിന്നാണ് ഇവർക്ക് വരയാട് എന്ന പേര് വന്നത് തന്നെ. ഇപ്പോൾ വലിയ രീതിയിൽ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇവർ IUCN റെഡ് കാറ്റഗറിയിലാണുള്ളത്.
ഇവരിപ്പോൾ ഏകദേശം 2500 താഴെ മാത്രം നമ്പേഴ്സ് ഇനി അവശേഷിക്കുന്നുള്ളൂ എന്നാണ് കണക്ക്. നമ്മുടെ കേരളത്തിലെ ഇരവികുളം നാഷണൽ പാർക്ക് മെയിനായിട്ടും ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആനമല ടൈഗർ റിസർവിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കടുവ സമ്പന്നമായ ഒരു മധ്യപ്രദേശ് സീരീസുമായിട്ട് നെക്സ്റ്റ് ഫ്രൈഡേ മുതൽ ഞാൻ വരുന്നുണ്ട്. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.